നല്ല സൂപ്പർ കുട്ടികളായി വരുന്നുണ്ട്. അവർക്ക് വെള്ളം വേണം, എപ്പോഴും വെള്ളം കുടിക്കാനിപ്പോൾ. അവർക്ക് വേസ്റ്റ് റൈസ് വേവിച്ചതൊക്കെ കൊടുത്തു, അതൊക്കെ നല്ലപോലെ തിന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പച്ചവെള്ളം കൊടുക്കുക. പച്ചവെള്ളം നല്ലോണം കുടിക്കും. ഈ നിൽക്കണവനിതാ, ഇവൻ ലേശം വികൃതി, എന്തെങ്കിലും തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ആള് അങ്ങനെയാണ് പോലെ സ്വഭാവം. എല്ലായിടം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ. ഇവർക്ക് വേനൽക്കാലമല്ലേ, ഇവർക്ക് വേണ്ടത് വെള്ളമാണ്. വെള്ളം ഇങ്ങനെ കുടിക്കുക. ഇന്നിപ്പോൾ ഇത് ഞാൻ കാലിന് ചെറിയ സൂപ്പ് പറ്റിയിട്ട് നമ്മളൊരു ബായിനെ കൂട്ടിക്കാണ് സഹായത്തിന്. ഓനാണ് ഇപ്പോൾ നമുക്കിത് വെള്ളമൊക്കെ കൊടുക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ വിശേഷം. നല്ല സൂപ്പർ കുട്ടികളായി. ഇങ്ങനെ 2 മാസം ഇവരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട നോക്കണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ വാങ്ങിയ ചന്തയിൽ കൊണ്ടുപോയി കൊടുത്താൽ തന്നെ നല്ലൊരു ലാഭത്തിന് വരെ വിൽക്കുക. അതാണിപ്പോൾ ഞാൻ ചെയ്യൽ. നല്ല കുട്ടികളായി. ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മളെ കുട്ടികളുടെ സൂപ്പർ കുട്ടികളാണ്. എനിക്ക് അവരൊരു നേരം കാണാതിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ അയച്ചൊന്ന് പുറത്തേക്ക് കെട്ടിച്ചത്. ഞാൻ കാൽമൊരു ചെറിയ ഇത് കൂട്ടിമെന്ന് ഇത് പരിക്ക് പറ്റിയപ്പോൾ നമ്മളൊരു വായിനെ കൊടുത്തിട്ട് അതിനെ കൊണ്ടൊന്ന് പുറത്തേക്ക് കെട്ടിച്ചിരിക്കുകയാണ്. അതിന് വെള്ളം എപ്പോഴും കുടിക്കണം. വെള്ളം കുടിക്കണ പച്ച വെള്ളം മതി. പച്ചവെള്ളമാണ് കുടിക്കുന്നത്. ഇവർ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ ഗുളിക കൊടുത്തതിന് ശേഷം ലിവർ ടോണിക്ക് 3 ദിവസമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനത് ശ്രദ്ധ വിട്ടു. 2 ദിവസം ഇപ്പോൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നാളെ മുതൽ വീണ്ടും കൊടുക്കണം. മറന്നുപോയതാണ് കൊടുക്കാനേ. ക്ഷീണമൊക്കെ മാറിക്കണം. എല്ലാവരുടെയും ക്ഷീണമൊക്കെ മാറിക്കണം. നല്ല സൂപ്പർ കുട്ടികളായിരിക്കും. നമ്മൾ വാങ്ങുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയലുണ്ട് 10,000-ന് താഴെയുള്ള കുട്ടികളെയാണ് ഞാൻ വാങ്ങൽ എന്നുള്ളത്. ചില ആൾക്കാർ പറയലുണ്ട് വലുതിനെ മേടിക്കണം. വലുതിനെ മേടിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കുകയും വേണം. ചെറുതിനെ വാങ്ങി വളർത്ത് ആണെങ്കിൽ നമുക്ക് ചെറിയ പൈസ ഒക്കെ കിട്ടും. കുറച്ച് 4 മാസം കൂടുതൽ നോക്കണമെന്നുള്ളൂ. പക്ഷേ ഈ ചെറുതാവുമ്പോൾ എന്താണ്, അവർ നല്ല അനുസരണം ഉണ്ടാവും. അവരിവിടെ മറ്റേ വലുതിനെ കൊടുന്നാൽ 2 ദിവസം 3 ദിവസം വെള്ളം കുടിക്കില്ല. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാവില്ല. നല്ലോണം വെള്ളം കുടിക്കും. നല്ലോണം പുല്ലും വൈക്കോലും. ഇപ്പോൾ പുല്ല് കൊടുക്കലില്ല, വൈക്കോൽ തന്നെ കൊടുക്കൽ. വൈക്കോൽ കൊടുക്കലൊരു ചിലവാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ അതിന് ഇവന്മാരെ ചാണകം ഉണ്ടല്ലോ, അത് കിട്ടുമല്ലോ. അത് നമ്മൾ പറമ്പിലൊക്കെ കൊണ്ടുപോയിടുമ്പോൾ അപ്പോൾ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കലില്ല. ഇത് നമ്മളെ കുട്ടികൾ നല്ല കുട്ടികളായി വലുതായി ക്ഷീണമൊക്കെ മാറി കൊടുന്നിട്ട് 3 ആഴ്ച ആയതുണ്ട്. ഒരുത്തനെ കൊടുത്തിട്ട് 2 മാസമായി. ഈ നിൽക്കുന്ന 5,500 കൊടുത്ത ഓനാണ് നിൽക്കുന്നത്, മുമ്പിൽ നിൽക്കുന്നത്. ഓനെ കൊടുത്തിട്ട് 2 മാസമായി. അപ്പോൾ ഓനും നല്ല ഉഷാറായി, നല്ല കുട്ടിയായി. ഇവരെ വിശേഷം ഞാനൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. വലിയ പോത്തുകൾ ഉണ്ട്, താഴത്ത് കുറച്ച് താഴെയാണ്. അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കുട്ടികളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അവർക്ക് നല്ല സ്നേഹമായിരിക്കും, നമ്മളായിട്ട് നല്ല ഇണക്കമായിരിക്കും. അവർ വലുതായി വന്നാലും അങ്ങനെ തന്നെയാണ്. ഈ പ്രായത്തിലാണ് ഞാൻ പോത്ത് കുട്ടികളെ മേടിക്കൽ. ഇവിടെ മേടിച്ച് കൊടുന്ന ചിലപ്പോൾ 1.5 കൊല്ലം നോക്കും, ചിലവരെ 1 കൊല്ലം നോക്കിയിട്ട് കൊടുക്കും. 45-50ൻ്റെ റേഞ്ചിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇവർക്ക് ഞാൻ വലിയൊരു തീറ്റയൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ഞാൻ കൊടുക്കുന്നത് ഇവിടെ ഒരു അരിയും വേസ്റ്റ് അരിമില്ലിൽ നിന്ന് വേസ്റ്റ് റൈസ് കിട്ടും, അത് വേവിച്ച് കൊടുക്കുകയാണ്. അത് വേവിച്ച് ഒറ്റ സമയത്ത് ഒരു നേരം തന്നെ രാവിലെ മാത്രമേ കുറച്ച് കൊടുക്കും. പിന്നെ വൈക്കോലും പുല്ലും ഒക്കെ തിന്നിട്ട് അവരാണ്ട് വളർന്നോളൂ. അങ്ങനെയാണിപ്പോൾ. നമ്മളിന്നൊരു ബായിയാണ് നമ്മൾ സഹായത്തിനുള്ളത്.
നല്ല നോക്കുന്നുണ്ട്, കുട്ടികളൊക്കെ നോക്കുന്നുണ്ട്, കഴുകാനും. ഇതാണിപ്പോൾ എന്ത് നമ്മളെ പെരയുടെ അടുത്തേക്ക് കൊടുത്തേക്കാണ് അവനെ, ഇവരെ 3 പേരെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തൊഴുത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല, അവരെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കുക. കാരണം നമ്മളെ കുട്ടികൾ നല്ല ഉസാറായി, സൂപ്പർ കുട്ടികളാണ്. ഇവരെ വിശേഷമാണ് ഇപ്പം ഇന്നുള്ളത്. വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ വേസ്റ്റ് റൈസ് വേവിച്ചത് കൊടുത്തു, ഇപ്പോൾ രാവിലെ കൊടുത്തു. ഇനി വെള്ളം കുറച്ച് വൈക്കോലും, അതന്നെ ഇപ്പോൾ അവരെ ഭക്ഷണം. ഈ റൈസ് കൊടുക്കുന്നത് കൊണ്ട് ഉള്ള ഗുണം എന്താ, പുല്ലില്ലെങ്കിലും അവർക്ക് അതിന്മേൽ പിടിച്ച് നിൽക്കാൻ കഴിയും വേനൽക്ക്. അല്ലാതെ വൈക്കോല് മാത്രം തിന്നിട്ടൊന്നും ഇതാവില്ല. അപ്പോൾ ഈ ചോറല്ല, നമ്മൾ ഈ വേസ്റ്റ് റൈസ് കണ്ട സാധനം ഇവിടെ വാങ്ങാൻ കിട്ടും അരിമില്ലിൽ. അത് വാങ്ങിക്കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ച് കൊടുക്കുകയാണ്. അത് വേവിച്ച് ഒറ്റ പ്രാവശ്യം രാവിലെ മാത്രം അത് കുറച്ച് കൊടുക്കും. പിന്നെ വെള്ളവും കൊടുക്കും. അത് തന്നെ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ MH ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കളും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നാൽ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.